ട്രീറ്റ്മെൻറ്റ് ഓഫ് സ്പെഷ്യൽ ഫണ്ട്സ്. അതായത് ഒരു നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ ഒരു പർട്ടിക്കുലർ പർപ്പസിന് വേണ്ടി അല്ലെങ്കിൽ സ്പെഷ്യൽ പർപ്പസിന് വേണ്ടി ഫണ്ട് ക്രിയേറ്റ് ചെയ്യാം. ഇപ്പോൾ പർട്ടിക്കുലർ പർപ്പസ് അല്ലെങ്കിൽ സ്പെഷ്യൽ പർപ്പസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുകിൽ പ്രൈസ് കൊടുക്കാനായിരിക്കാം. ഇപ്പോൾ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസൊക്കെ ആണെങ്കിൽ പ്രൈസ് കൊടുക്കാനായിരിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും ടൂർണമെൻറ്റുകൾ നടത്താനായിരിക്കാം, അല്ലെങ്കിൽ സ്പോർട്സ് നടത്താനായിരിക്കാം. അങ്ങനെ എന്ത് പർപ്പസിന് വേണ്ടിയിട്ടും അവർക്ക് സ്പെഷ്യൽ ഫണ്ട് ക്രിയേറ്റ് ചെയ്യാം. അങ്ങനെ സ്പെഷ്യൽ ഫണ്ട് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സിൽ എഴുതേണ്ടത്, അതിനെക്കുറിച്ചാണ് നമ്മൾ ഈ ടോപ്പിക്കിൽ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ അതിൻ്റെ പ്രോബ്ലം ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾ അതിൻ്റെ ഈ നോട്ട് എഴുതിയെടുക്കുക. അപ്പോൾ ഇതിൽ എല്ലാതും എഴുതിയെടുക്കേണ്ട കാര്യമില്ല, ഞാൻ പറയുന്ന കാര്യങ്ങൾ മാത്രമേ എഴുതിയെടുക്കേണ്ടതുള്ളൂ. ദ നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻസ് ഓഫീസ് create special funds for certain purposes or activities such as prize fund, match fund and sports fund, etc. അത് കഴിഞ്ഞാൽ എഴുതേണ്ടത് it is shown on the liability side of balance sheet. അത് കഴിഞ്ഞാൽ such funds are invested in securities. അത് കഴിഞ്ഞ് എഴുതേണ്ടത് it is shown on the asset side of balance sheet. The income earned on such investment is added to the respective fund. അത് കഴിഞ്ഞാൽ similarly, the expenses incurred on such specific purposes are also deducted from the special fund. അത് കഴിഞ്ഞ് ലാസ്റ്റ് എഴുതേണ്ടത് however, if after adjustment of income and expenses the balance in specific or special fund is negative, it is transferred to the debit side of the income and expenditure account. അത്രയും വരെ എഴുതാം. അപ്പോൾ ഈ നോട്ടിനെ കുറിച്ചുള്ള എക്സ്പ്ലനേഷൻ ഞാൻ ഇപ്പോൾ പറയുന്നില്ല, അത് നമുക്ക് പ്രോബ്ലത്തിലൂടെ പഠിക്കാം. അപ്പോൾ നമ്മളിവിടെ ചെയ്യാൻ പോകുന്ന പ്രോബ്ലം ക്വസ്റ്റ്യൻ നമ്പർ 31 NCERT ടെക്സ്റ്റ് ബുക്ക് പേജ് നമ്പർ 27 ഇല്ലുസ്ട്രേഷൻ 8. ഈ ക്വസ്റ്റ്യൻ നന്നായി വായിച്ച് നോക്കാം. ഇവിടെ എന്തിനു വേണ്ടിയിട്ടാണ് ഫണ്ട് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്, ആ ഫണ്ടിൻ്റെ പേരെന്താണ്, ആ ഫണ്ട് അവർ എങ്ങനെയാണ് അത് യൂട്ടിലൈസ് ചെയ്തിരിക്കുന്നത്, ഇതിനെക്കുറിച്ചൊക്കെ നന്നായി വായിച്ച് മനസ്സിലാക്കാം. അപ്പോൾ നിങ്ങൾ ഈ ക്വസ്റ്റ്യൻ നന്നായി വായിച്ച് നോക്കിയിട്ടുണ്ടായിരിക്കും. നമുക്ക് തന്നിരിക്കുന്ന ഡീറ്റെയിൽസിലേക്ക് കിടക്കാം. ഓരോന്നുകൊണ്ടും എന്താണ് മീൻ ചെയ്യണമെന്ന് നോക്കി നോക്കാം. അപ്പോൾ ഇവിടെ തന്നിരിക്കുന്ന ഡീറ്റെയിൽസ് നോക്കാം. ഇവിടെ ഡീറ്റെയിൽസ് ഡെബിറ്റ് എമൗണ്ട്, ക്രെഡിറ്റ് എമൗണ്ട് അങ്ങനെയാണ് തന്നിരിക്കുന്നത്. പ്രൈസ് ഫണ്ട്, അപ്പോൾ ഇവിടെ ഈ നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ ഇതിന് വേണ്ടിയിട്ടാണ് ഫണ്ട് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്, പ്രൈസ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഫണ്ട് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആ ഫണ്ടിന് നമ്മൾ എന്ത് വിളിക്കും, പ്രൈസ് ഫണ്ട് എന്ന് വിളിക്കും. ഇനി സ്പെഷ്യൽ പർപ്പസിന് വേണ്ടിയിട്ടാണല്ലോ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്, അതിനു വേണ്ടി മാത്രമേ ഈ ഫണ്ട് ഉപയോഗിക്കാവൂ. അപ്പോൾ അതുകൊണ്ട് ഒരു ഓർഗനൈസേഷനെ സംബന്ധിച്ചിടത്തോളം അതെന്തായിരിക്കും, ലയബിലിറ്റി ആണ്. അപ്പോൾ അതുകൊണ്ട് അതെവിടെ എഴുതാം, ബാലൻസ് ഷീറ്റിൻ്റെ ലയബിലിറ്റി സൈഡിലായിരിക്കണം എഴുതേണ്ടത്. എത്രയാണ് ഇവിടെ ഫണ്ട് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്, 80,000. ഇനി ഇവർക്ക് ഈ ഫണ്ട് കിട്ടിക്കഴിഞ്ഞാൽ അവരത് എങ്ങനെയാണത് ഉപയോഗിക്കുന്നത്. ഒന്നുകിൽ ആ ഫണ്ട് ലിക്വിഡ് ക്യാഷായിട്ട് തന്നെ അവരുടെ കയ്യിൽ വയ്ക്കാം, അല്ലെങ്കിൽ ഈ ക്യാഷ് അവർക്ക് എന്ത് ചെയ്യാം, ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും കമ്പനികളുടെ ഷെയറിലോ സെക്യൂരിറ്റീസിലോ ഇൻവെസ്റ്റ് ചെയ്യാം. അങ്ങനെ ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യുകയും ഇൻവെസ്റ്റ് ചെയ്യുകയും ചെയ്യുന്നതിൻ്റെ പർപ്പസ് എന്താണ്, ലിക്വിഡ് ക്യാഷായിട്ട് കയ്യിലിരുന്ന് കഴിഞ്ഞാൽ യാതൊരു ബെനിഫിറ്റും ഇല്ല, അതൊരു ഡെഡ് മണി പോലെയാണ് അവർക്ക് കിടക്കുക. അതേസമയം ഏതെങ്കിലും സെക്യൂരിറ്റീസിൽ ഇൻവെസ്റ്റ് ചെയ്യുക, ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യുകയോ ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് എന്ത് കിട്ടിയിരിക്കും, ഇൻട്രസ്റ്റ് കിട്ടിയിരിക്കും. അപ്പോൾ സാധാരണ കേസിൽ നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻസ് ഫണ്ട് കളക്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യാറ്, ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യുകയോ മറ്റേതെങ്കിലും സെക്യൂരിറ്റീസിൽ ഇൻവെസ്റ്റ് ചെയ്യുകയാണ് ചെയ്യാറ്. ഇവരിവിടെ എന്താ ചെയ്തിരിക്കുന്നത്, ഈ ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്യുകയാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ ഇൻവെസ്റ്റ്മെൻറ്റിനെ അവർ എന്ത് വിളിക്കും, പ്രൈസ് ഫണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ്സ്. കാരണം പ്രൈസ് ഫണ്ട് എന്ന് പ്രത്യേകം പറയാൻ കാരണം ആ ഇൻവെസ്റ്റ്മെൻറ്റ് എന്തിനു മാത്രമേ ഉപയോഗിക്കാവൂ, പ്രൈസ് കൊടുക്കാൻ വേണ്ടി മാത്രമേ ഉപയോഗിക്കാവൂ. ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് ആവശ്യം വരുന്ന സമയത്ത് അവരെന്ത് ചെയ്യും, ആ ഇൻവെസ്റ്റ്മെൻറ്റ് സെയിൽ നടത്തും. ആ സെയിൽ നടത്തി കിട്ടിയ എമൗണ്ട് ഉപയോഗിച്ചുകൊണ്ട് അവർ പ്രൈസ് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഈ ഇൻവെസ്റ്റ്മെൻറ്റിനെ പ്രൈസ് ഫണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് വിളിക്കുന്നത്. ഇനി ഇതെവിടെ ബാലൻസ് ഷീറ്റിൽ എവിടെയാണ് എഴുതുക, നമുക്കറിയാം ഇൻവെസ്റ്റ്മെൻ്റ് അല്ലേ, ഏതെങ്കിലും ഷെയറിലോ സെക്യൂരിറ്റീസിലോ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നതാണല്ലോ. അതിൻ്റെ ഡേറ്റ് കഴിയുമ്പോൾ എന്ത് ചെയ്യാം, സെയിൽ നടത്താം. സെയിൽ നടത്തി കഴിഞ്ഞാൽ അവർക്ക് ക്യാഷ് കിട്ടും. അപ്പോൾ അതുകൊണ്ട് അത് അസറ്റ്സ് ആണ്.
അപ്പോൾ ഈ ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഇൻവെസ്റ്റ്മെൻറ്റിനെ എവിടെ കാണിക്കണം? ബാലൻസ് ഷീറ്റിൽ അസറ്റ് സൈഡിൽ എഴുതിയിരിക്കണം. അപ്പോൾ ഫണ്ട് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ലയബിലിറ്റി സൈഡിൽ എഴുതിയിരിക്കണം. അത് ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഇൻവെസ്റ്റ്മെൻറ്റ്സ് അസറ്റ് സൈഡിൽ എഴുതിയിരിക്കണം. ഇനി അതിൻ്റെ താഴെ തന്നിരിക്കുന്ന കാര്യങ്ങൾ നോക്കാം. ഇൻകം ഫ്രം പ്രൈസ് ഫണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ് 8,000. എന്താണ് ഇൻകം ഫ്രം പ്രൈസ് ഫണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത്? നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, ലിക്വിഡ് ക്യാഷ് ആയിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ അവർക്ക് യാതൊരു ബെനിഫിറ്റും ഇല്ല. അതുകൊണ്ട് അവരെന്ത് ചെയ്യും? അവരെ ഫണ്ട് കൂട്ടാൻ വേണ്ടി എന്ത് ചെയ്യും? ഡെപ്പോസിറ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ സെക്യൂരിറ്റീസിൽ ഇൻവെസ്റ്റ് ചെയ്യുകയോ ചെയ്യും. ഇവരിവിടെ ചെയ്തത് എന്തായിരുന്നു? ഇൻവെസ്റ്റ് ചെയ്യുകയാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് എന്ത് കിട്ടും? ഡിബഞ്ചർ ആണെങ്കിൽ ഇൻട്രസ്റ്റ് കിട്ടും, ബാങ്കിലാണ് ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നതെങ്കിൽ ഇൻട്രസ്റ്റ് കിട്ടും, ഷെയർ ആണ് എടുത്തിരിക്കുന്നതെങ്കിൽ ഡിവിഡൻറ്റ് കിട്ടും. അങ്ങനെ ഇൻവെസ്റ്റ് ചെയ്തപ്പോൾ അവർക്ക് എന്ത് കിട്ടി? ഇൻകം ഫ്രം പ്രൈസ് ഫണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ് എത്ര കിട്ടി? 8,000 കിട്ടി. നമ്മൾ പഠിച്ചിരിക്കുന്നത് എന്താ? ഇൻകം എക്സ്പെൻസസ് ഒക്കെ എവിടെ എഴുതാനാണ് പഠിച്ചിരിക്കുന്നത്? ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ എഴുതാനാണ് പഠിച്ചിരിക്കുന്നത്. പക്ഷേ ഇവിടെ അങ്ങനെയല്ല ചെയ്യേണ്ടത്. ഇവിടെ ഈ ഇൻകം ജനറേറ്റ് ചെയ്തിരിക്കുന്നത് പ്രൈസ് ഫണ്ടിൽ നിന്നാണ്. അങ്ങനെ ഫണ്ടിൽ നിന്നും എന്തെങ്കിലും ഇൻകം ജനറേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഇൻകം ഫണ്ടിൻ്റെ കൂടെ ആഡ് ചെയ്തിരിക്കണം. അതുപോലെ തന്നെ ആ ഫണ്ട് എടുത്ത് എന്തെങ്കിലും പർപ്പസിന് വേണ്ടി യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഫണ്ടിൽ നിന്നും ലെസ് ചെയ്യണം. അപ്പം നമ്മളിവിടെ പഠിച്ച കാര്യം എന്താ? പ്രൈസ് ഫണ്ടുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഇൻകം വന്നിട്ടുണ്ടെങ്കിൽ ഫണ്ടിനോടുകൂടി ആഡ് ചെയ്യുകയും എന്തെങ്കിലും എക്സ്പെൻസസ് വന്നിട്ടുണ്ടെങ്കിൽ അത് ഫണ്ടിൽ നിന്ന് ലെസ് ചെയ്യുകയും വേണം. അതാണ് നമ്മളിപ്പോൾ ഇവിടെ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ഫണ്ട് ക്രിയേറ്റ് ചെയ്തിട്ടെങ്കിൽ എന്ത് ചെയ്യണം? ബാലൻസ് ഷീറ്റിൽ ലയബിലിറ്റി സൈഡിൽ എഴുതണം. അത് ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ അത് അസറ്റ് സൈഡിൽ എഴുതിയിരിക്കണം. ഇനി ആ ഫണ്ടുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും എക്സ്പെൻസസോ ഇൻകോ ഉണ്ടെങ്കിൽ ഫണ്ടിനോടുകൂടി ആഡ് ചെയ്യുകയും ലെസ് ചെയ്യുകയും വേണം. ഇനി നമുക്കത് ബാലൻസ് ഷീറ്റിൽ എങ്ങനെയാണ് ഈ പറഞ്ഞ പോലെ എഴുതിയിരിക്കണമെന്ന് നോക്കാം. ബാലൻസ് ഷീറ്റിൽ ലയബിലിറ്റി സൈഡിൽ പ്രൈസ് ഫണ്ട് ഇന്നർ കോളത്തിൽ 80,000. ഇനി ആ ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ അതെന്തായിട്ട് മാറും? അസറ്റ്സ് ആയിട്ട് മാറും. അപ്പോൾ അസറ്റ് സൈഡിൽ പ്രൈസ് ഫണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ് 80,000. ഇനി ആ ഇൻവെസ്റ്റ്മെൻറ്റിൽ നിന്നും എന്തെങ്കിലും ഇൻകം കിട്ടിയിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? അത് പ്രൈസ് ഫണ്ടിൻ്റെ കൂടെ ആഡ് ചെയ്യുകയാണ് വേണ്ടത്, അല്ലാതെ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിലല്ല എഴുതേണ്ടത്. അപ്പോൾ ആഡ് ഇൻകം ഫ്രം ഇൻവെസ്റ്റ്മെൻറ്റ് 8,000. ഇനി പ്രൈസ് ഫണ്ടിൽ നിന്നും എന്തെങ്കിലും എക്സ്പെൻസസ് വന്നിട്ടുണ്ടെങ്കിൽ അത് ലെസ് ചെയ്തിരിക്കണം. അപ്പോൾ ഇവിടെ പ്രൈസ് അവാർഡ് എന്നാണ് കൊടുത്തിരിക്കുന്നത്. ഇത് പ്രൈസ് കൊടുത്തു. എത്ര രൂപയുടെ പ്രൈസാണ് കൊടുത്തിരിക്കുന്നത്? 6,000 റുപ്പീസിൻ്റെ പ്രൈസാണ് കൊടുത്തിരിക്കുന്നത്. അത് ലെസ് ചെയ്യണം. ഇപ്പോൾ പ്രൈസ് ഫണ്ടിൽ ബാലൻസ് എത്രയുണ്ട്? 8,20,000. ഇങ്ങനെയാണ് ബാലൻസ് ഷീറ്റിൽ ഫണ്ട് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് കാണിക്കേണ്ടത്. ഇവിടെ ബാലൻസ് ഷീറ്റ് ടാലി ആവേണ്ട കാര്യമില്ല, കാരണം ഇവിടുത്തെ ഇൻഫോർമേഷൻസ് കംപ്ലീറ്റ് അല്ല. നമുക്കൊരു സ്പെസിഫിക് ഐറ്റം ഇവിടെ തന്നേ ഉള്ളൂ. അപ്പോൾ നിങ്ങളത് ബാലൻസ് ഷീറ്റ് കംപ്ലീറ്റ് ആക്കേണ്ട കാര്യമില്ല. അപ്പോൾ നമുക്ക് ഇനി അടുത്ത പ്രോബ്ലത്തിലേക്ക് കടക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 32 NCERT പേജ് നമ്പർ 28 ഇല്ലുസ്ട്രേഷൻ 9. ഇല്ലുസ്ട്രേഷൻ 9ൽ 2 ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്, A and B. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ നന്നായി വായിച്ച് നോക്കാം. അപ്പോൾ നിങ്ങളതിൽ നന്നായി വായിച്ച് നോക്കിയിട്ടുണ്ടായിരിക്കും. ഇവിടെ എന്ത് പർപ്പസിന് വേണ്ടിയിട്ടാണ് ഫണ്ട് ക്രിയേറ്റ് ചെയ്തതെന്നുള്ളതും നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടായിരിക്കും. അപ്പം നമുക്ക് നോക്കാം. മാച്ച് എക്സ്പെൻസസ് 16,000, മാച്ച് ഫണ്ട് 8,000, ഡൊണേഷൻ ഫോർ മാച്ച് ഫണ്ട് 5,000, സെയിൽ ഓഫ് മാച്ച് ടിക്കറ്റ് 7,000. അപ്പോൾ ഇവിടെ ഫണ്ട് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ്? മാച്ച് നടത്താൻ വേണ്ടിയിട്ടാണ്. അതായത് ഫുട്ബോൾ മാച്ച്, ക്രിക്കറ്റ് മാച്ച്, അങ്ങനെയുള്ള മാച്ചുകൾ നടത്താൻ വേണ്ടിയിട്ടാണ് ഫണ്ട് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. ഇനി ഈ ഫണ്ടുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ എക്സ്പെൻസസ് ഉണ്ട്, എന്തൊക്കെ ഇൻകംസ് ഉണ്ടെന്ന് നോക്കി വെക്കാം. ഇനി ഈ ഫണ്ട് അവർ ഇൻവെസ്റ്റ് ചെയ്യുകയാണോ അത് യൂട്ടിലൈസ് ചെയ്യുകയാണ്, ക്യാഷ് ആയിട്ട് വെക്കുകയാണ് ചെയ്തേക്കണത് നോക്കി വെക്കാം. ഇവിടെ വന്നിരിക്കുന്നത് എന്തൊക്കെയാണ്? മാച്ച് എക്സ്പെൻസസ് ആണ്, ഡൊണേഷൻ വന്നിട്ടുണ്ട്, സെയിൽ ഓഫ് മാച്ച് ടിക്കറ്റ്സ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നിന്നും നമ്മൾ മനസ്സിലാക്കുന്നത് എന്താണ്? ഈ ഫണ്ട് എവിടെയും ഇൻവെസ്റ്റ് ചെയ്തിട്ടില്ല, ലിക്വിഡ് ക്യാഷ് ആയിട്ട് തന്നെയാണ് അവരുടെ കയ്യിൽ വെച്ചിരിക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് ബാലൻസ് ഷീറ്റിൽ എഴുതേണ്ടതെന്ന് നോക്കി നോക്കാം. ആദ്യം എന്ത് ചെയ്യണം? മാച്ച് ഫണ്ട് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എവിടെ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്? ബാലൻസ് ഷീറ്റിൽ ലയബിലിറ്റി സൈഡിൽ. ഇനി അതിൽ നിന്നും എന്തെങ്കിലും എക്സ്പെൻസോ ഇൻകോ വന്നിട്ടുണ്ടെങ്കിൽ അത് ആഡ് ചെയ്യുകയും ലെസ് ചെയ്യുകയും വേണം. അപ്പോൾ എന്തൊക്കെയാണ് എക്സ്പെൻസ് വന്നേക്ക് നോക്കി നോക്കാം. മാച്ച് എക്സ്പെൻസസ് 16,000. അതെന്ത് ചെയ്യാം?
ലെസ് ചെയ്യുക. മാച്ച് നടത്താൻ വേണ്ടി വന്നിരിക്കുന്ന എക്സ്പെൻസസ് ആണ്. എക്സ്പെൻസ് എന്ന് പറഞ്ഞാൽ ഗ്രൗണ്ട് മെയിൻറ്റെയിൻ ചെയ്യണം, മറ്റ് റിഫ്രഷ്മെൻറ്റ് എക്സ്പെൻസസ്, ഇതൊക്കെ പലതരത്തിലുള്ള എക്സ്പെൻസസ് ഉണ്ടായിരിക്കും, അത് ലെസ് ചെയ്യണം. ഇനി അടുത്ത് എന്താ പറഞ്ഞിരിക്കുന്നത്? ഡൊണേഷൻ ഫോർ മാച്ച് ഫണ്ട്. ഈ ഫണ്ട് മാച്ചിന് വേണ്ടിയിട്ട് ഡൊണേഷൻ മേടിച്ചിട്ടുണ്ട്. അപ്പോൾ ഡൊണേഷൻ മേടിക്കുക എന്ന് പറയുമ്പോൾ അവരുടെ ഫണ്ട് കൂട്ടല് ചെയ്യുന്നത്. അപ്പോൾ ഈ ഡൊണേഷൻ എന്ത് ചെയ്യണം? ആഡ് ചെയ്യണം. നെക്സ്റ്റ് വൺ, സെയിൽ ഓഫ് മാച്ച് ടിക്കറ്റ്സ്. മാച്ച് നടത്തുമ്പോൾ ടിക്കറ്റ് സെയിൽ നടത്തി, അപ്പോൾ അതവരെ സംബന്ധിച്ചിടത്തോളം ഇൻകം ആണ്. അപ്പോൾ സെയിൽ ഓഫ് മാച്ച് ടിക്കറ്റ് എന്ത് ചെയ്യാം? ആഡ് ചെയ്യാം. അപ്പോൾ ഇവിടെ എഴുതേണ്ടത് ഏതൊക്കെയാണ്? മാച്ച് ഫണ്ട്, ആഡ് ഡൊണേഷൻ, ആഡ് സെയിൽ ഓഫ് മാച്ച് ടിക്കറ്റ്, ലെസ് മാച്ച് എക്സ്പെൻസസ് 16,000. ഇവിടുത്തെ പ്രത്യേകത ഈ ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്തിട്ടില്ല. അപ്പോൾ നമുക്ക് അസറ്റ് സൈഡിൽ ഒന്നും തന്നെ എഴുതാനില്ല. അപ്പോൾ ബാലൻസ് ഷീറ്റിൽ എങ്ങനെയാണ് എഴുതിയിരിക്കുന്നത് നോക്കി നോക്കാം. മാച്ച് ഫണ്ട് 8,000, add donation for match 5,000, add sale of tickets 7,000, less match expenses 16,000. അങ്ങനെ നെറ്റ് എമൗണ്ട് എത്രയാണ്? 4,000 ആണ്. അപ്പോൾ ഫണ്ട് ക്രിയേറ്റ് ചെയ്തപ്പോൾ ഉണ്ടായിരുന്നത് 8,000 ആയിരുന്നു. അത് എല്ലാം കഴിഞ്ഞ് വന്നപ്പോൾ എക്സ്പെൻസസും എല്ലാം കഴിഞ്ഞ് വന്നപ്പോൾ ബാക്കി ഫണ്ടിൽ എത്രയുണ്ട്? 4,000 ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഈ ഫണ്ട് എവിടെയും ഇൻവെസ്റ്റ് ചെയ്തിട്ടില്ല. അപ്പോൾ ബാലൻസ് ഷീറ്റിൽ അസറ്റ് സൈഡിൽ നമുക്ക് ഒന്നും തന്നെ എഴുതേണ്ട കാര്യമില്ല. ഇനി അതിൻ്റെ ക്വസ്റ്റ്യൻ നമ്പർ ബിയിലേക്ക് കടക്കാം. ബിയിൽ എന്താ പറയുന്നത്? വാട്ട് വിൽ ബി ദ ഇഫക്റ്റ് if match expenses go up by ₹6,000, other things remaining the same. അതായത് ഇവിടെ അതർ തിങ്സ് റിമൈനിങ് ദ സെയിം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതർ തിങ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ മാച്ച് എക്സ്പെൻസസ് ഗോ അപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻക്രീസ് ചെയ്യുക. 6,000 ഇൻക്രീസ് ചെയ്യാണ്. ഇവിടെ എത്രയാണ്? മുൻപ് തന്ന ക്വസ്റ്റ്യനിൽ മാച്ച് എക്സ്പെൻസസ് എന്ന് പറയുന്നത് 16,000. അത് 6,000 ഇൻക്രീസ് ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാച്ച് എക്സ്പെൻസസ് എത്രയായി? 22,000 ആയി. അതർ തിങ്സ് റിമൈനിങ് ദ സെയിം. ബാക്കിയുള്ള ഐറ്റംസ് എല്ലാം അതുപോലെ തന്നെ. അതായത് മാച്ച് ഫണ്ട് 8,000, ഡൊണേഷൻ ഫോർ മാച്ച് ഫണ്ട് 5,000, സെയിൽ ഓഫ് മാച്ച് ടിക്കറ്റ് 7,000. അപ്പോൾ ഇവിടെ രണ്ടാമത്തെ ക്വസ്റ്റ്യനിൽ മാച്ച് എക്സ്പെൻസസിൻ്റെ എമൗണ്ടിൽ മാത്രമേ വ്യത്യാസമുള്ളൂ. അത് എത്ര എമൗണ്ട്? 22,000. എങ്ങനെയാണ് 22,000 കിട്ടിയത്? ഓൾറെഡി 16,000 ആണ്. അതിൽ 6,000 ഇൻക്രീസ് ചെയ്തെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ടോട്ടൽ മാച്ചിങ് എക്സ്പെൻസ് എത്രയായി? 22,000 ആയി. അപ്പോൾ ഇതിനെ നിങ്ങൾ അടുത്ത ഒരു ക്വസ്റ്റ്യൻ ആയിട്ടാണ് എടുക്കേണ്ടത് കേട്ടോ, അല്ലാതെ എയുടെ കണ്ടിന്യൂഷൻ ആയിട്ടല്ല എടുക്കേണ്ടത്. കാരണം നിങ്ങൾ ചിലപ്പോൾ വിചാരിക്കും അടുത്ത വർഷം നടത്തി അടുത്തൊരു ഫണ്ട് ക്രിയേറ്റ് ചെയ്തു എന്നൊക്കെയാണ് വിചാരിക്കുക. ഇവിടെ അതല്ല ഉദ്ദേശിക്കുന്നത്. ഇതിൻ്റെ തന്നെ ഒരു കണ്ടിന്യൂഷനായിട്ടാണ്. അപ്പോൾ ഇതിൽ കൂടി മാറ്റം വന്നിരിക്കുന്നത് മാച്ച് എക്സ്പെൻസസിലാണ്. 6,000 ഇൻക്രീസ് ചെയ്തു. അപ്പോൾ വരുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കി നോക്കാം. മാച്ച് ഫണ്ട് 8,000, ആഡ് ഡൊണേഷൻ ഫോർ മാച്ച് 5,000, ആഡ് സെയിൽ ഓഫ് ടിക്കറ്റ്സ് 7,000, ലെസ് മാച്ച് എക്സ്പെൻസസ് 22,000. അപ്പോൾ ഈ ഫണ്ടിനോട് കൂടി ഡൊണേഷനും സെയിൽ ഓഫ് ടിക്കറ്റ്സും ആഡ് ചെയ്യുകയും മാച്ച് എക്സ്പെൻസസ് 22,000 ലെസ് ചെയ്യുകയും ചെയ്തപ്പോൾ ഇവിടെ നമുക്ക് കിട്ടിയിരിക്കുന്ന റിസൾട്ട് എന്താണ്? -2,000 ആണ്. -2,000 എന്ന് പറഞ്ഞാൽ എന്താ? ഫണ്ട് മുഴുവനായിട്ടും ഉപയോഗിച്ച് കഴിഞ്ഞു, എക്സ്ട്രാ ഒരു 2,000 കൂടി അവർക്ക് ചിലവ് വന്നെന്നുള്ളതാണ്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് ട്രീറ്റ് ചെയ്യേണ്ടത്? നമുക്കറിയാം ഇവിടെ ഫണ്ട് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും ആ മാച്ച് നടന്നു കഴിഞ്ഞപ്പോൾ ക്ലബിൻ്റെ കയ്യിൽ ഫണ്ടൊന്നും തന്നെയില്ല, അവർക്ക് ലോസാണ് വന്നിരിക്കുന്നത്. അങ്ങനെ ലോസ് വന്നാൽ ബാലൻസ് ഷീറ്റിൽ എഴുതാൻ പാടില്ല. കാരണം ഫണ്ട് കഴിഞ്ഞു പോയി, അപ്പോൾ ഇനി ബാലൻസ് ഷീറ്റിൽ എഴുതേണ്ട കാര്യമില്ല. ഇവിടെ ലോസാണ് വന്നിരിക്കുന്നത്. അങ്ങനെ ലോസാണെന്ന് മനസ്സിലായി കഴിഞ്ഞാൽ അതെവിടെയായിരിക്കണം എഴുതേണ്ടത്? ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ എക്സ്പെൻഡിച്ചർ സൈഡിലായിരിക്കണം എഴുതേണ്ടത്. എക്സ്പെൻഡിച്ചർ സൈഡിൽ എങ്ങനെ എഴുതാം? ലോസ് ഓൺ മാച്ച് 2,000 അങ്ങനെ എഴുതാം. ഇനി അങ്ങനെയല്ല, നിങ്ങൾ ബാലൻസ് ഷീറ്റിൽ എഴുതി വന്നപ്പോഴാണോ നിങ്ങൾക്ക് ലോസ് ആണെന്ന് മനസ്സിലായത്? അപ്പോൾ എന്ത് ചെയ്താൽ മതി? നിങ്ങൾക്കിപ്പോൾ ഇവിടെ എല്ലാം ബാലൻസ് ഷീറ്റിൽ എഴുതി കഴിഞ്ഞ് വന്നപ്പോൾ
നെഗറ്റീവാണെന്ന് മനസ്സിലായി. ഇനി എഴുതിയത് മുഴുവനും എന്ത് ചെയ്യണം എന്നുള്ള കൺഫ്യൂഷൻ ഉണ്ടായിരിക്കും. ഇങ്ങനെ എഴുതി കഴിഞ്ഞതിന് ശേഷമാണ് നിങ്ങൾക്ക് മനസ്സിലായെന്നുണ്ടെങ്കിൽ ഇത് ഒന്നും ചെയ്യേണ്ട കാര്യമില്ല, ഇത് ഇതേപോലെ തന്നെ കിടന്നോട്ടെ. എന്നിട്ട് എന്ത് ചെയ്താൽ മതി, ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ ലോസ് ഓൺ മാച്ച് എന്ന് പറഞ്ഞ് 2000 എഴുതിയാൽ മതി. ഇനി ചിലപ്പോൾ നിങ്ങൾക്ക് ആ ഒരു ഫണ്ട് റഫായിട്ട് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടായിരിക്കും, ലോസാണ് വരാൻ പോകുന്നുള്ള ഐഡിയ കിട്ടിയിട്ടുണ്ടായിരിക്കും. അങ്ങനെ നേരത്തെ ഐഡിയ കിട്ടുകയാണെങ്കിൽ ആ ബാലൻസ് ഷീറ്റിൽ ചെയ്ത കാൽക്കുലേഷൻസ് മുഴുവനും എവിടെ എഴുതാം, എക്സ്പെൻഡിച്ചർ സൈഡിൽ എഴുതാം. മാച്ച് ഫണ്ട് 8000, ആഡ് ഡൊണേഷൻ ഫോർ മാച്ച് 5000, ആഡ് സെയിൽ ഓഫ് ടിക്കറ്റ് 7000, ലെസ് മാച്ച് എക്സ്പെൻസസ് 22,000, ബാലൻസ് എത്ര 2000, അങ്ങനെ എഴുതാം. അപ്പോൾ ലോസ് ഓൺ മാച്ച് വന്നു കഴിഞ്ഞാൽ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിലാണ് എഴുതാം. രണ്ട് രീതിയിൽ എഴുതാം. ഒന്ന് നിങ്ങൾ ബാലൻസ് ഷീറ്റിൽ കാൽക്കുലേഷൻ ചെയ്ത് വരുമ്പോഴാണ് മനസ്സിലായെന്നുണ്ടെങ്കിൽ ആ കാൽക്കുലേഷൻസ് എല്ലാം ബാലൻസ് ഷീറ്റിൽ കിടന്നാൽ മതി. എന്നിട്ട് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ എങ്ങനെ എഴുതണം, ലോസ് ഓൺ മാച്ച് എക്സ്പെൻസ് മാച്ച് ഫണ്ട് 2000 എന്ന് എഴുതാം. അതെല്ലാം ബാലൻസ് ഷീറ്റിൽ ചെയ്ത് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ലോസ് ആണ് നിങ്ങൾക്ക് മനസ്സിലായി കഴിഞ്ഞാൽ ആ കാൽക്കുലേഷൻസ് മുഴുവനും എക്സ്പെൻഡിച്ചർ സൈഡിൽ എഴുതിയാലും മതി. മാച്ച് ഫണ്ട്, ഡൊണേഷൻ, സെയിൽ ഓഫ് ടിക്കറ്റ് ആഡ് ചെയ്യുക, മാച്ച് എക്സ്പെൻസസ് ലെസ് ചെയ്യുക, ബാലൻസ് എക്സ്പെൻഡിച്ചർ സൈഡിൽ എഴുതുക 2000 എന്ന് എഴുതാം. അപ്പോൾ അത് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കണം. അപ്പോൾ പിന്നെ ബാലൻസ് ഷീറ്റിൽ ഒന്നും തന്നെ എഴുതേണ്ട കാര്യമില്ല. അപ്പോൾ ബാലൻസ് ഷീറ്റിൽ എഴുതുമ്പോൾ ശ്രദ്ധിക്കുക, ഫണ്ട് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ലയബിലിറ്റി സൈഡിൽ എഴുതിയിരിക്കണം. എന്തെങ്കിലും എക്സ്പെൻസ് ഇൻകം ഉണ്ടെങ്കിൽ ആഡ് ചെയ്യുകയും ലെസ് ചെയ്യുകയും ചെയ്തിരിക്കണം. അങ്ങനെ ആഡ് ചെയ്യുകയും ലെസ് ചെയ്തതിന് ശേഷം ഫണ്ടിൽ ബാക്കി ഉണ്ടെങ്കിൽ മാത്രമേ ലയബിലിറ്റി സൈഡിൽ എഴുതുന്നുണ്ടോ. ബാക്കിയില്ല എങ്കിൽ ലോസ് ആണെങ്കിൽ അത് എക്സ്പെൻഡിച്ചർ സൈഡിലായിരിക്കണം എഴുതേണ്ടത്. അതുപോലെ തന്നെ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ബാലൻസ് ഷീറ്റിൽ അസറ്റ് സൈഡിൽ എഴുതിയിരിക്കണം. അടുത്തത് നമ്മൾ ചെയ്യാൻ പോകുന്നത് NCERT ടെക്സ്റ്റ് ബുക്കിലെ പേജ് നമ്പർ 29 ടെസ്റ്റ് യുവർ അണ്ടർസ്റ്റാൻഡിങ് 2 എന്ന് പറഞ്ഞിരിക്കുന്ന ആ ഒരു ഹെഡിങ്ങിന് താഴെയുള്ള 4 ക്വസ്റ്റ്യനാണ്. അപ്പോൾ നിങ്ങൾ ക്വസ്റ്റ്യൻ നമ്പർ എഴുതേണ്ടത് ക്വസ്റ്റ്യൻ നമ്പർ 33 എന്ന് എഴുതാം. എന്നിട്ട് അതിൻ്റെ താഴെ നേരെ NCERT പേജ് നമ്പർ 29 ടെസ്റ്റ് യുവർ അണ്ടർസ്റ്റാൻഡിങ് 2 എന്ന് എഴുതാം. പിന്നെ അതിൻ്റെ താഴെ നിങ്ങൾ എഴുതേണ്ടത് സബ് ക്വസ്റ്റ്യനായിട്ടാണ് എഴുതേണ്ടത്. 1 എന്ന് എഴുതാം, അതിൻ്റെ ആൻസർ എഴുതാം. പിന്നെ 2 എന്ന് എഴുതാം, അതിൻ്റെ ആൻസർ എഴുതാം. 3 എന്ന് എഴുതാം, അതിൻ്റെ ആൻസർ എഴുതാം. 4 എന്ന് എഴുതി അതിൻ്റെ ആൻസർ എഴുതാം. അപ്പോൾ ഈ ടെസ്റ്റ് യുവർ അണ്ടർസ്റ്റാൻഡിങ്ങിൻ്റെ ക്വസ്റ്റ്യൻ നമ്പറായിട്ട് കൊടുക്കേണ്ടത് എത്രയായിരിക്കണം, ക്വസ്റ്റ്യൻ നമ്പർ 33 എന്നായിരിക്കണം. അങ്ങനെ ഓർഡറിൽ കൊടുക്കേണ്ടത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ വീഡിയോ അയക്കുമ്പോൾ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഇല്ലാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഞാൻ വീഡിയോയിൽ കൊടുക്കുന്നതൊക്കെ ഇതേ ഓർഡറിലാണ്. അപ്പോൾ അതുപോലെ തന്നെയായിരിക്കണം നിങ്ങൾ എഴുതേണ്ടത്. അപ്പോൾ നമുക്കിവിടെ ഈ ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ടൂർണമെൻറ്റ് ഫണ്ട് 40,000, ടൂർണമെൻറ്റ് എക്സ്പെൻസസ് 14,000, റിസീവ്സ് ഫ്രം ടൂർണമെൻറ്റ് 16,000. അപ്പോൾ ഇവിടെ ഫണ്ട് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്, ടൂർണമെൻറ്റിന് വേണ്ടിയിട്ടാണ്. നമുക്കറിയാം ഈ ഫണ്ട് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒന്നുകിൽ ലിക്വിഡ് ക്യാഷ് ആയിട്ട് വയ്ക്കാം, അല്ലെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യാം. ഈ ക്വസ്റ്റ്യൻ വായിച്ചു വന്നപ്പോൾ നമുക്ക് മനസ്സിലായി അത് ഇൻവെസ്റ്റ് ചെയ്തിട്ടില്ല എന്നുള്ളത്. അപ്പോൾ ഈ ഫണ്ട് എവിടെ കാണിക്കണം, ലയബിലിറ്റി സൈഡിൽ എഴുതണം. ഇനി നമ്മൾ പഠിച്ചിട്ടുണ്ട് അതിൽ നിന്നും എന്തെങ്കിലും എക്സ്പെൻസ് ഇൻകം വന്നിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, ആഡ് ചെയ്യുകയും ലെസ് ചെയ്യുകയും വേണം. ടൂർണമെൻറ്റ് എക്സ്പെൻസസ് 14,000 ലെസ് ചെയ്യണം. റിസീവ്സ് ഫ്രം ടൂർണമെൻറ്റ് 16,000 അത് ഇൻകമാണ് ആഡ് ചെയ്യാം. അപ്പോൾ എങ്ങനെയാണ് ബാലൻസ് ഷീറ്റിൽ എഴുതിയിരിക്കുന്നത് നോക്കാം. ബാലൻസ് ഷീറ്റിൽ ടൂർണമെൻറ്റ് ഫണ്ട് 40,000 ലെസ് ടൂർണമെൻറ്റ് എക്സ്പെൻസസ് 14,000, ആഡ് റിസീവ്സ് ഫ്രം ടൂർണമെൻറ്റ് 7,000, ബാലൻസ് എത്രയുണ്ട് 33,000. അപ്പോൾ ഈ ഫണ്ടിൽ ക്രിയേറ്റ് ചെയ്തപ്പോൾ 40,000 ആയിരുന്നു, ഇപ്പോൾ ബാലൻസ് എത്രയാണ് 33,000. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 2, ടേബിൾ ടെന്നീസ് മാച്ച് എക്സ്പെൻസസ് 4,000. ഇവിടെ രണ്ടാമത്തെ ക്വസ്റ്റ്യനാണ് കേട്ടോ. ഇവിടെ ഈ ഫണ്ടുമായിട്ടൊരു ബന്ധമില്ല. ഇവിടെ നമുക്ക് ഫണ്ട് ക്രിയേറ്റ് ചെയ്യുകയോ ഇൻവെസ്റ്റ് ചെയ്യുകയോ ഒന്നും തന്നെ ചെയ്തിട്ടില്ല. ഇവിടെ അതേസമയം അവർ മാച്ച് നടത്തിയിട്ടുണ്ട്. മാച്ച് നടത്താൻ വേണ്ടി അവർക്ക് ചിലവ് എത്ര വന്നിട്ടുണ്ട്, 4,000 വന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഫണ്ട് ക്രിയേറ്റ് ചെയ്യുകയോ ഇൻവെസ്റ്റ് ചെയ്യുകയോ ഒന്നും തന്നെ ചെയ്തിട്ടില്ലല്ലോ. അപ്പോൾ അവർക്ക് വന്നിരിക്കുന്ന ഈ എക്സ്പെൻസസ് എന്ത് ചെയ്യാം, ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ എക്സ്പെൻഡിച്ചർ സൈഡിൽ എഴുതാം. എക്സ്പെൻഡിച്ചർ സൈഡിൽ മാച്ച് എക്സ്പെൻസസ് 4,000. തേർഡ് ക്വസ്റ്റ്യൻ, പ്രൈസ് ഫണ്ട് 22,000, ഇൻട്രസ്റ്റ് ഓൺ പ്രൈസ് ഫണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ് 3,000, പ്രൈസസ് ഗിവൺ 5,000, പ്രൈസസ് ഫണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ് 18,000.
അപ്പോൾ ഇവിടെ ഫണ്ട് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? പ്രൈസിന് വേണ്ടിയിട്ടാണ്. എത്ര രൂപയാണ്? 22,000 ആണ്. ഇതിൽ നിന്ന് വായിച്ചപ്പോൾ മനസ്സിലായി ഈ ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇൻവെസ്റ്റ് ചെയ്തപ്പോൾ അതിൽ നിന്ന് എത്ര രൂപ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളൂ? 18,000. അപ്പോൾ ഇവിടെ ലയബിലിറ്റി സൈഡിൽ ഫണ്ട് എന്ന് പറഞ്ഞ് എഴുതേണ്ടത് എത്രയാണ്? 22,000. അസറ്റ് സൈഡിൽ പ്രൈസ് ഫണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ എത്ര എഴുതണം? 18,000 എഴുതിയിരിക്കണം. ഇനി ഇതിൽ നിന്നും എന്തെങ്കിലും ഇൻകം എക്സ്പെൻസ് ഉണ്ടെങ്കിൽ ലെസ് ചെയ്യുകയും ആഡ് ചെയ്യുകയും വേണം. അപ്പോൾ ഇവിടെ ഇൻകം കിട്ടിയിട്ടുണ്ട്. എത്രയാണ്? ഇൻട്രസ്റ്റ് ഓൺ പ്രൈസ് ഫണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ് 3,000. ഈ പ്രൈസ് കൊടുക്കാൻ വേണ്ടി അവർ എത്ര രൂപ ചിലവാക്കിയിട്ടുണ്ട്? 5,000 ചിലവാക്കിയിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയാണ് ബാലൻസ് ഷീറ്റിൽ എഴുതിയേക്കുന്നത് നോക്കുക. പ്രൈസ് ഫണ്ട് 22,000 അതവർ ഇൻവെസ്റ്റ് ചെയ്തപ്പോൾ അസറ്റ് സൈഡിൽ 18,000 എഴുതി. ഇനി അതിൽ നിന്നും കിട്ടിയിരിക്കുന്ന ഇൻകം എന്ത് ചെയ്തു? ആഡ് ഇൻട്രസ്റ്റ് ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് 3,000. പ്രൈസ് കൊടുക്കാൻ വന്നിരിക്കുന്ന എക്സ്പെൻസസ് ലെസ് ചെയ്തു. ബാക്കി ഫണ്ടിൽ എത്ര രൂപ ബാലൻസ് വരുന്നുണ്ട്? 20,000 ആണ് ബാലൻസ് വന്നിരിക്കുന്നത്. ഇനി ഫോർത്ത് ക്വസ്റ്റ്യൻ, റിസീവ്സ് ഫ്രം ചാരിറ്റി ഷോ 7,000, എക്സ്പെൻസസ് ഓൺ ചാരിറ്റി ഷോ 3,000. അതായത് ചാരിറ്റി നമുക്കറിയാമല്ലോ, ചാരിറ്റി പർപ്പസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം മറ്റുള്ളവരെ സഹായിക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന ഷോ നടത്തലാണ്. അത് ചിലപ്പോൾ മ്യൂസിക് ആയിരിക്കാം, ഡാൻസുകളായിരിക്കാം, അല്ലെങ്കിൽ ഫിലിം ഷോ ആയിരിക്കാം, എന്ത് വേണമെങ്കിലും നടത്താം. അങ്ങനെ ചാരിറ്റി പർപ്പസിന് വേണ്ടി നടത്തിയിരിക്കുന്ന ഷോ ആണ്. അതിൽ നിന്നും അവർക്ക് എത്ര രൂപ ഇൻകം കിട്ടി? 7,000 കിട്ടി. ഇനി അതിൻ്റെ പേരിൽ അവർക്ക് എത്ര രൂപ എക്സ്പെൻസസ് വന്നിട്ടുണ്ട്? 3,000 ആണ് എക്സ്പെൻസസ് വന്നിരിക്കുന്നുണ്ട്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് വായിച്ചപ്പോൾ മനസ്സിലായി ഇവിടെ ഫണ്ടൊന്നും ക്രിയേറ്റ് ചെയ്തിട്ടില്ല, ഇൻവെസ്റ്റ്മെൻറ്റും നടത്തിയിട്ടില്ല. ഇവർക്ക് ഇവിടെ റെസിപ്റ്റ്സ് കിട്ടിയിട്ടുണ്ട്, എക്സ്പെൻസസും വന്നിട്ടുണ്ട്. അപ്പോൾ രണ്ട് രീതിയിൽ എഴുതാം. ഒന്നുകിൽ ഇൻകം സൈഡിൽ റെസീവ്സ് ഫ്രം ചാരിറ്റി ഷോ 7,000 എഴുതാം. അതിൻ്റെ എക്സ്പെൻഡിച്ചർ സൈഡിൽ എക്സ്പെൻസസ് ഓൺ ചാരിറ്റി ഷോ 3,000 എന്ന് എഴുതാം. അല്ലെങ്കിൽ എന്ത് ചെയ്താൽ മതി? ഇൻകം സൈഡിൽ റെസീവ്സ് ഫ്രം ചാരിറ്റി ഷോ ഇന്നർ കോളത്തിൽ 7,000 എഴുതാം. അതിൽ നിന്നും എക്സ്പെൻസസ് 3,000 ലെസ് ചെയ്യാം. ബാലൻസ് എത്രയുണ്ട്? 4,000 ഉണ്ട്. അത് ഇൻകം സൈഡിൽ എഴുതിയാൽ മതി. അപ്പോൾ എങ്ങനെയാണ് എഴുതിയിരിക്കണതെന്ന് നോക്കാം. ഇൻകം സൈഡിൽ റെസീവ്സ് ഫ്രം ചാരിറ്റി ഷോ 7,000 ലെസ് എക്സ്പെൻസസ് ഓൺ ചാരിറ്റി ഷോ 4,000 ബാലൻസ് 3,000. അല്ലെങ്കിൽ എങ്ങനെ എഴുതിയാൽ മതി? ഇൻകം സൈഡിൽ റെസീവ്സ് ഫ്രം ചാരിറ്റി ഷോ എന്ന് പറഞ്ഞ് 7,000 അവിടെ എഴുതണം, ഔട്ടർ കോളത്തിൽ എഴുതണം. എന്നിട്ട് ഈ എക്സ്പെൻസസിനെ എവിടെ കാണിക്കണം? എക്സ്പെൻഡിച്ചർ സൈഡിൽ എഴുതണം. എക്സ്പെൻസസ് ഓൺ ചാരിറ്റി ഷോ 4,000 എന്ന് പറഞ്ഞ് എഴുതണം. അങ്ങനെ രണ്ട് രീതിയിലാണ് എഴുതേണ്ടത്. അപ്പോൾ ഇതുവരെയുള്ള പ്രോബ്ലംസൊക്കെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടായിരിക്കും. അതായത് ഇവിടെ എത്ര ഉദ്ദേശിക്കുന്നുള്ളൂ? സ്പെഷ്യൽ പർപ്പസിന് വേണ്ടി ഫണ്ട് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ലയബിലിറ്റി സൈഡിൽ എഴുതിയിരിക്കണം. ഏതെങ്കിലും സെക്യൂരിറ്റീസിൽ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ അത് അസറ്റ് സൈഡിൽ എഴുതിയിരിക്കണം. അതിൽ നിന്നും എന്തെങ്കിലും എക്സ്പെൻസസ് ഇൻകം കിട്ടുകയാണെങ്കിൽ ആഡ് ചെയ്യണം, എക്സ്പെൻസസ് വരാണെങ്കിൽ ലെസ് ചെയ്യണം.